സാൾട്ട് ആൻഡ് ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കീം 2025 എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷാ സമർപ്പണം രജിസ്ട്രേഷൻ സമയം കഴിഞ്ഞിരിക്കുകയാണ്. 15/3/2025 വൈകിട്ട് 5 മണിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ വിവിധ ക്ലെയിമുകൾ, റിസർവേഷൻ ക്ലെയിമുകൾ അനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതും EWS, അതേപോലെ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ്, ഇതിന് രണ്ടിനെ പറ്റിയും പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. EWS എന്ന് പറയുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നുള്ളതാണ്. അത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമാണ് ആ ആനുകൂല്യം ലഭിക്കുന്നത്. EWS സീറ്റുകൾ 10% ഓരോ കോളേജിലെയും ഓരോ കോഴ്സിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻജിനീയറിംഗ് ആണെങ്കിൽ ഒരു കോഴ്സിന് ഒരു ബ്രാഞ്ചിലേക്ക് 60 പേരെയാണ് ഇൻടേക്ക്. ആ 60 സീറ്റുകളിലേക്ക്, ആ 60 സീറ്റിൽ 10%, അതായത് 6 സീറ്റ് അഡീഷണൽ അനുവദിച്ചുകൊണ്ടാണ് അവിടെ EWS സംവരണം അനുവദിക്കുന്നത്. അതായത് നിലവിലുള്ള 60-ൽ നിന്ന് 6 സീറ്റ് അല്ല, അഡീഷണലായിട്ട് 6 സീറ്റ് അനുവദിച്ചുകൊണ്ടാണ് അവിടേക്ക് ഈ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സീറ്റിൽ യാതൊരു നഷ്ടം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, EWS സീറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർക്ക് കോളേജ് ട്രാൻസ്ഫർ, സെക്കൻഡ് ഇയറിന് കോളേജ് ട്രാൻസ്ഫർ സാധ്യമല്ല. അഡീഷണലായിട്ട് ക്രിയേറ്റ് ചെയ്ത സീറ്റുകളായതുകൊണ്ട് തന്നെ മറ്റ് കോളേജിൽ, നിങ്ങൾ ട്രാൻസ്ഫർ ഉദ്ദേശിക്കുന്ന കോളേജിൽ EWS ഒഴിവുണ്ടെങ്കിൽ പോലും നിങ്ങളെ അങ്ങോട്ട് മാറ്റാൻ സാധ്യമല്ല. EWS സീറ്റിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ ആ കോളേജിൽ ആ പഠന കാലയളവ് മുഴുവൻ തുടരേണ്ടി വരും. EWS സംവരണം ലഭിക്കാനുള്ള മറ്റ് കാറ്റഗറി ഇതെല്ലാം, അതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം, എത്രയാണ് അതിൻ്റെ ഇൻകം ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫോർമാറ്റ് പ്രോസ്പെക്ടസിൻ്റെ പേജ് 240 പറയുന്ന ഈ ഒരു ഫോർമാറ്റിൽ തന്നെ അത് വാങ്ങാൻ ശ്രദ്ധിക്കാം. പലതരം ഫോർമാറ്റുകളും നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ഈ ഫോർമാറ്റിൽ തന്നെ വാങ്ങുക. കാരണം ഈ ഒരു ഫോർമാറ്റിലല്ല എങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഫോർമാറ്റിലല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എങ്കിൽ ചിലപ്പോൾ 1-2 ലൈനുകളിലുള്ള മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ, സെയിം ആയി തോന്നാം. അപ്പോൾ അങ്ങനെ തോന്നിയാലും ഈ ഒരു ഫോർമാറ്റിലല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എങ്കിൽ കീം അതോറിറ്റി അത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോർമാറ്റ് ഇത് എൻലാർജ് ചെയ്ത് അതിന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഇത് ഇതേപോലെ ടൈപ്പ് ചെയ്തെടുത്ത് ഈ ഫോർമാറ്റും കൊണ്ട് വില്ലേജ് ഓഫീസറെ സമീപിച്ചുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. EWS സർട്ടിഫിക്കറ്റ് നേരത്തെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയർ അല്ല, ഈ ഫിനാൻഷ്യൽ ഇയറിൽ വാങ്ങിയതല്ല, നേരത്തെ വാങ്ങി വെച്ചതാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തേത് സാധാരണഗതിയിൽ ഒരു EWS സർട്ടിഫിക്കറ്റിന് 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം വാങ്ങിയ സർട്ടിഫിക്കറ്റ് ഈ വർഷം ഉപയോഗിക്കാൻ പറ്റില്ല എന്നുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പുതിയ സർട്ടിഫിക്കറ്റ് വാങ്ങി അത് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റാണ്. നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റും ഈ പ്രോസ്പെക്ടസിൻ്റെ പേജ് 242 നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ പലർക്കും വരുന്ന ഒരു തെറ്റ്, അത് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ള ഈ ഇന്ന സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതിൽ പേജ് 240 അല്ല, 242 അല്ല, പേജ് 241. ഇവിടെ നോക്കുക, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ്, ഈ ഫോർമാറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഈ ഫോർമാറ്റിൻ്റെ കൂടെയാണ് നിങ്ങൾ നേരിട്ട് പോയി വില്ലേജ് ഓഫീസറിൽ നേരിട്ട് പോയി അപേക്ഷ കൊടുത്ത് ഈ ഫോർമാറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അവർ എഴുതിത്തരും. അതേസമയം നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് പലതരം സർട്ടിഫിക്കറ്റും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇത് നമ്മൾ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ
നമ്മൾ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ അവിടെ ഏതാണോ ടിക്ക് ചെയ്ത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. പലപ്പോഴും അക്ഷയ സെൻ്ററിനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേന്നോ ആയിരിക്കും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത്. അവർ എന്താണ് ഇതിൽ ടിക്ക് ചെയ്ത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തത് കാരണം, നമുക്കറിയാത്തത് കാരണം ആ ടിക്ക് ചെയ്ത് പോയ സർട്ടിഫിക്കറ്റ് ഏതാണോ അതാണ് ലഭ്യമാവുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ളതാണെന്നുള്ളത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇങ്ങനെ മുകളിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുണ്ടാകാൻ സാധ്യതയില്ല. അതിൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോളത്തിൽ അത് എന്ത് പർപ്പസിനാണ് എന്നുള്ളത് അവിടെ വ്യക്തമായിരിക്കും. ചിലപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതാണ് എന്നും എഴുതിയിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഏത് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൽ NCL സർട്ടിഫിക്കറ്റിൽ പലപ്പോഴും അത് റിജക്റ്റ് ചെയ്യുന്നതിനുള്ള കാരണം കറക്റ്റ് സർട്ടിഫിക്കറ്റ് അല്ല അപ്ലോഡ് ചെയ്തത് എന്നുള്ളതാണ്. പലരും അത് തെറ്റിദ്ധാരണ കൊണ്ട് ഇത് ക്ലിയർ അല്ലാത്ത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ക്ലിയർ അല്ല എന്നുള്ളതുകൊണ്ടാണ് അത് റിജക്റ്റ് ചെയ്തതെന്നുള്ളതിനൊക്കെ നേരത്തെ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് തന്നെ വീണ്ടും റെക്ടിഫൈ മെമ്മോ തന്നു കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടാവും. കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് അതിൻ്റെ പർപ്പസ് കറക്റ്റ് ഇത് തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ആദ്യം നോക്കുക. അത് ഏത് പർപ്പസിനുള്ളതെന്ന് നോക്കിയിട്ട് ഈ പർപ്പസിനുള്ളതല്ല എങ്കിൽ പുതിയ സർട്ടിഫിക്കറ്റ് വാങ്ങി അത് തന്നെ അപ്ലോഡ് ചെയ്യണം. മറ്റൊന്നുകൂടി ശ്രദ്ധിക്കാനുള്ളത്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കേസിൽ 1 വർഷം കാലാവധിയുണ്ട്. 1 വർഷം കാലാവധിയുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നിങ്ങളെടുത്ത ഒരു സർട്ടിഫിക്കറ്റിന് നിങ്ങളിത് അപ്ലോഡ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റിൻ്റെ അന്ന് വാലിഡിറ്റി ഉണ്ടെങ്കിൽ, അതായത് 15/3/2025 ലാസ്റ്റ് ഡേറ്റ്. ആ ലാസ്റ്റ് ഡേറ്റിന് വാലിഡിറ്റി ഉണ്ടെങ്കിൽ, അല്ല നിങ്ങളെ വാലിഡിറ്റി കഴിയുന്നത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിയുന്നത് ഏപ്രിലായിരിക്കാം, അല്ലെങ്കിൽ മെയ്യിലായിരിക്കാം, ജൂണിലായിരിക്കാം. നിങ്ങളുടെ അഡ്മിഷൻ വരുന്നത് ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്കെ ആയിരിക്കും അഡ്മിഷൻ വരുന്നത്. ആ സമയത്തായാൽ പോലും നിങ്ങൾക്ക് ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1 വർഷം ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുന്നതിലും യാതൊരു പ്രശ്നവും ഇല്ല എന്നുകൂടി മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഈ സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നെയിം ഓഫ് പേഴ്സൺ ടു ഹും സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ്, അവിടെ നിങ്ങളുടെ പേരായിരിക്കണം ഉണ്ടാകുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും അതിലുള്ള കാര്യങ്ങൾ നോക്കുക, അതുപോലെ തന്നെ ആയിരിക്കും ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കേസിലും ചിലർക്ക് ഇതേപോലെ സംശയം വരാറുണ്ട്, ആരെ പേരിലുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടതെന്നുള്ളത്. ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേരിലായാലും കുട്ടിയുടെ പേരിലായാലും രണ്ടായാലും ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഈ വർഷവും അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതാത് പറഞ്ഞിരിക്കുന്ന ആ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നും ഏത് അതോറിറ്റിയിൽ നിന്നാണത് വാങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ അതോറിറ്റിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണെന്നും ഉറപ്പുവരുത്തുക. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ പലപ്പോഴും കഴിഞ്ഞ വർഷം പലരും നന്മമുദ്ര സർട്ടിഫിക്കറ്റുകളും ബാക്കി പല സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറയാറുണ്ട്. ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം ആ സ്കൗട്ട് ആൻഡ് ഗൈഡ് സർട്ടിഫിക്കറ്റ് ആര് ഒപ്പിട്ടതായിരിക്കണം എന്ന് ആ ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. ഏത് ഡോക്യുമെൻ്റ് ആണെങ്കിലും ആ ഡോക്യുമെൻ്റ് ആരാണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ പ്രോസ്പെക്ടസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പ്രോസ്പെക്ടസ് പറഞ്ഞ സർട്ടിഫിക്കറ്റ് തന്നെ ഇഷ്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ ഇട്ടോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ അസിസ്റ്റൻസ് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ അവസാനം വരെ, ഈ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ അവസാനം വരെ പേഴ്സണൽ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഫ്രീ സർവീസ് അല്ല, ഈ ഒരു ചാനലിൽ കുറേ പേര് നൽകുന്ന ഒരു സർവീസാണ്. അതുകൊണ്ട് തന്നെ ആ സർവീസ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും അറിയിക്കാവുന്നതാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ മാത്രം ആ നമ്പറിൽ വിളിക്കുക. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക. അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.